എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും മെറ്റീരിയൽസിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. അതും നല്ല അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷനാണ്. രണ്ട് പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് വിചിത്രയിൽ വന്നിട്ട് അത് അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നത്. വിചിത്രയിലാണ് വരുന്നതെങ്കിൽ പോലും എപ്പോഴും നമ്മൾ കാണുന്ന വിചിത്രയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി കോപ്പർ ത്രെഡ് ഗ്ലേസിങ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. വിചിത്രയാണെന്നേ ഉള്ളൂ, പക്ഷേ കുറച്ചുകൂടി ഗ്ലേസിങ് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിൽ വരുന്നിട്ടുള്ള ഒരു ഐറ്റവും കൂടി വരുന്നുണ്ട്. അതിൻ്റെ ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി വന്ന് എനേബിൾ ചെയ്തിട്ടേരെ കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ ഇടുമ്പോൾ കൃത്യസമയത്ത് കിട്ടത്തുള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രോഡക്റ്റ് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും 650 റേറ്റ് വരും. പക്ഷേ അതനുസരിച്ചുള്ള വർക്കും കാര്യങ്ങളും അതിനകത്ത് നന്നായിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ്. ഇതിൻ്റെ എല്ലാ കളറും ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി കരുതിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് ക്വാണ്ടിറ്റി വരെ എടുക്കാൻ പറ്റും. ഞാൻ മാക്സിമം എന്നാൽ പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റി കരുതിയിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് തന്നെ വീഡിയോ കണ്ടിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട. കുറച്ച് നേരം കഴിഞ്ഞിട്ടായാലും അവൈലബിൾ ആയിരിക്കും ചിലപ്പോൾ ആയിട്ടും. ഇല്ലെങ്കിലോ എന്ന് ഓർത്ത് ചോദിക്കാതിരിക്കേണ്ട കേട്ടോ. ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ, ഇല്ലെങ്കിലോ എന്ന് ഓർത്ത് ചോദിക്കാതിരിക്കേണ്ട. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി കരുതിയിട്ടുണ്ട് എന്തായാലും. അപ്പം ഇത് വരുന്നത് 650 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, നെക്ക് വർക്ക് കൊടുത്തേക്കുന്നുണ്ടോ. നല്ല ഹെവി ആയിട്ട് ത്രെഡ് പ്ലസ് സീക്വൻസ് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അല്പം റേറ്റ് കുറഞ്ഞേക്കുന്നതാണ്. ഇത് നമ്മൾ ഷോപ്പിലൊക്കെ ഇതിലും റേറ്റിലാണ് വരുന്നത്. ഇത് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നല്ലൊരു കോട്ടൺ സിൽക്കാണ് വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. വരുന്നത് ഇതിൻ്റെ വീതി കണ്ടോ, നല്ല വീതി വരുന്നുണ്ട്. കാരണം ഇത് നോക്കൂ, ഇത്ര വീതി വരുന്നുണ്ട് രണ്ട് സൈഡിലേക്കും. അപ്പം എത്ര വണ്ണം ഉള്ളവർക്കും തയ്ക്കാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര പോർഷൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും ഇത്ര പോർഷൻ മടക്കി വെച്ചിട്ട് തന്നെ ലെങ്ത്ത് ഇത്ര തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിനെ ബാക്കിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന സീക്വൻസ് വേവിങ്ങിൽ കാണുന്ന ദുപ്പട്ടയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ദുപ്പട്ട. അത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട. അത് സെയിം ത്രെഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വേവിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഡിസൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. അങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഫസ്റ്റ് വൺ വരുന്ന കളർ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത്. ഇത് വരും കേട്ടോ. ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ആ ഗ്രേപ്പിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്ക് ഗ്രേപ്പ് ആയിട്ടോ. അതിൻ്റെ ഈ സൈഡും ഇങ്ങനെ വേവിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഫുൾ ഒരു ബുൾട്ടാസ് പോലെ ത്രെഡിൻ്റെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ടോപ്പിലും വരുന്നുണ്ട് കേട്ടോ. ഒരു ഫുള്ള് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വർക്ക് വന്നിട്ടുള്ള ഈ മെറ്റീരിയലിന് റേറ്റ് വരുമ്പോഴത്തേക്കും 650 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത്. എങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരും. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ഇതുണ്ടോ, നമ്മൾ ഈ മെറ്റീരിയലിനകത്ത് തന്നെ വേറൊരു ത്രെഡ് വർക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള യോക്ക് പോർഷനാണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. റേറ്റ് വരുമ്പോഴത്തേക്കും 650 രൂപ വരും. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ നമ്മൾ ഏത് ടോപ്പിൻ്റെ കളറിനേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടായിരിക്കും ദുപ്പട്ടയുടെ ഷെയ്ഡ് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതിലെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ദുപ്പട്ടയുടെ ഷെയ്ഡ് കുറച്ചുകൂടി ഡാർക്കാണ്. എന്നിട്ട് അതിനകത്തൊരു വേവിങ് സീക്വൻസ് വേവിങ് അല്ല, പക്ഷേ ഒരു ത്രെഡ് കൊണ്ട് തന്നെ അതിനകത്തൊരു വേവിങ് പോയിട്ടുണ്ട് കേട്ടോ. ഈ ദുപ്പട്ടയിൽ കണ്ടോ, നമ്മൾ അടുപ്പിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്. അപ്പം അങ്ങനെ ഒരു ഡിസൈനാണ്. അത് തന്നെയല്ല, ദുപ്പട്ടയിൽ ഫുള്ള് ത്രെഡിൻ്റെ മറ്റേ വർക്ക് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് വശവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ ഡിസൈനാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. നല്ലൊരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും നല്ലൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഈ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ്റെ ഷെയ്ഡാണ് വരുന്നത്. 650 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ. വരുമ്പോഴത്തേക്കും നല്ലൊരു മെറൂണിഷ് റെഡ് കളറാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കാൻ മടിക്കരുത്. ഇത് വരും. ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് കട്ടിയുള്ളൊരു പേപ്പർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര സൗണ്ട് വരുന്നത്.
അതെടുത്ത് കളയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആദ്യമൊക്കെ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതും ത്രെഡും സീക്വൻസും വെച്ചിട്ട് നല്ലൊരു വർക്കാണ്. അതുപോലെ തന്നെ യോക്കിൽ നല്ലൊരു ത്രെഡ് വർക്കും കൂടി, എംബ്രോയ്ഡറി വർക്കും കൂടി വരുന്നുണ്ട്. പിന്നെ ടോപ്പിൽ ഫുള്ളായിട്ടും കൂടി ആ എംബ്രോയ്ഡറി വർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സീക്വൻസും കൂടി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ബോട്ടത്തിൻ്റെ പോർഷൻ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ദുപ്പട്ടയുടെ കളർ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെ. അപ്പം അതിനകത്ത് എന്നിട്ട് കൊടുത്തേക്കുന്ന ത്രെഡ് വർക്ക് കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് 4 ഷെയ്ഡുകളോട് അവൈലബിൾ ആണ്. ആ 4 ഷെയ്ഡിൻ്റെ അത്യാവശ്യം തന്നെ നമ്മൾ കരുതിയിട്ടുണ്ട്. ഇങ്ങനെ വരും. റേറ്റ് വരുമ്പോഴത്തേക്കും 650 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ത്തേക്കും നല്ലൊരു നെവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. റോയൽ ബ്ലൂ അല്ല കേട്ടോ, നെവി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ വരും. നല്ല നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ട് ഒത്തിരി ആയിട്ടോ. നല്ല നേവി ബ്ലൂ, അതായത് തെളിഞ്ഞ നേവി ബ്ലൂവിൻ്റെ ഷെയ്ഡ്. അപ്പം ഇതാണ് വരുന്നത്. നല്ലൊരു വർക്ക് അല്ലേ, എല്ലാത്തിനകത്തും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നെക്ക് പോർഷനിൽ വരുന്നുണ്ട്. ഇനി ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം ഡിസൈനിൽ കൊടുത്തിട്ടുള്ള നല്ലൊരു വേവിങ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുള്ള കണ്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ ഫിനിഷിങ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വന്നെ. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ്. ദുപ്പട്ടയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, വിചിത്രയിൽ കുറച്ചുകൂടി ഗ്ലേസിംഗ് ഉള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ട് എന്ന്. അപ്പം അതാണ് വരുന്നത്. ഈ വിചിത്രയുടെ തന്നെ ത്രെഡിനകത്ത് കുറച്ചുകൂടി കോപ്പർ ത്രെഡ് പോലെ പോയേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഗ്ലേസിങ്ങിന് കാരണം. അതും വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഇതിന് വരുന്നുണ്ട്. അതായത് സാധാരണ നമ്മൾ വിചിത്രയ്ക്ക് കാണുമ്പോൾ നല്ല കളർ ചേഞ്ച് വരാറുണ്ട്. ഇനിയും കളർ ചേഞ്ച് വരുന്നത് ഞാൻ പറയാം കേട്ടോ. പക്ഷേ ഇത് നമ്മൾ നേരിട്ട് കാണും, മീൻസ് സാധാരണ വിചിത്ര കാണുന്നേക്കാളും ഗ്ലേസിംഗ് ഉണ്ട് ഈ ഒരു ഐറ്റത്തിന്. റേറ്റ് വരുമ്പോഴത്തേക്കും 580 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ. നല്ല തെളിഞ്ഞൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് ഇത് വന്നേക്കുന്നത്. ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. മെറ്റീരിയൽ വിചിത്ര തന്നെയാണ്. വിചിത്രയിലാണ് ഈ ത്രെഡ് വർക്ക് എക്സ്ട്രാ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലേസിംഗ് ആയിട്ടുള്ള വിചിത്രയാണ് വരുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ എനിക്ക് തോന്നുന്നില്ല അത്ര അതിൻ്റെ ഗ്ലേസ്നെസ് എടുത്ത് കാണാൻ പറ്റുന്നു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഗ്ലേസ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ വരുന്നത്. വിചിത്രയുടെ മെറ്റീരിയൽ എപ്പോഴും നല്ല വീതിയോട് കൂടിയായിരിക്കും വിചിത്രയുടെ മെറ്റീരിയൽ വരുന്നത്. ഇനി ഇതിൻ്റെ യോക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ്. ആ ത്രെഡും കൊണ്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നല്ലൊരു കളറും കൂടിയാണ് ഇത്. നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന കളറുകളെല്ലാം തന്നെ നല്ല കളർ ഷെയ്ഡുകളാണ് കിട്ടിയേക്കുന്നത്. ഇത് വരും. ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും നമ്മുടെ സീക്വൻസ് വീവിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. പക്ഷേ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഈ ദുപ്പട്ടയ്ക്ക്. ഇങ്ങനെ വരും. ഇതിൻ്റെ ഈ അറ്റത്തിൻ്റെ ഒരുപാട് പീസുകളില്ല എങ്കിൽ പോലും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഈ ത്രെഡ് വർക്ക് ഞാൻ പറഞ്ഞല്ലോ ഗ്ലേസിങ് കുറച്ച് കൂടുതലുണ്ടെന്ന്. ആ ഗ്ലേസിങ് നമുക്ക് ഈ ദുപ്പട്ടയിലും ആ ഗ്ലേസിങ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയിലാണ് ഈ ഐറ്റം വന്നേക്കുന്നത്. റേറ്റ് വരുമ്പോഴത്തേക്കും 580 രൂപ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത്. സെയിം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഇതാണ് ഫുള്ളൊക്കെ വരുന്നത്. ത്തേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല തെളിഞ്ഞിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിൻ്റെ ഫുള്ളുക്ക് വരുമ്പോഴത്തേക്കും യോക്കിൻ്റെ പോർഷൻ ഞാൻ ഇത്രയിടെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറി കൂടി ഈ വർക്ക് വരുന്നുണ്ട് കേട്ടോ. വർക്ക് നല്ല ഹെവി ആയിട്ട് മേളിലേക്ക് കൂടെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ വരും ഫുൾ വർക്ക് വരുമ്പോൾ. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതേ സീക്വൻസ് വീവിങ്ങോടുകൂടി നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത്രമാത്രം ഭംഗിയുണ്ട് ഇതിന് വരുന്നുണ്ട്. ആ സീക്വൻസ് വീവിങ്ങോട് കൂടി കൊടുത്തിട്ടുള്ള നല്ല ദുപ്പട്ടയാണ് വരുന്നത്. ഫുൾ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് വരുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. അങ്ങനെ വരുവേ. വരുമ്പോഴത്തേക്കും ഇത് ഒരു നമ്മുടെ ജയറാം പച്ചയുണ്ടല്ലോ, അതായത് നമ്മുടെ ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ, ആ കളറിലാണ് കേട്ടോ വരുന്നത്. സഫയർ ഗ്രീൻ എന്ന് പറഞ്ഞ കളറിലൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഫുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും.
ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള യോക്ക് പോർഷനാണ് വന്നേക്കുന്നത്. ഇതിന് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള യോക്ക് പോർഷനാണ് കൊടുത്തേക്കുന്നത്. റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സീക്വൻസ് വേവിങ്ങിൽ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിനും വരുന്നത്. ഇത് നമ്മുടെ കളർ വരുമ്പോഴത്തേക്കും പച്ചയും നീലയും കലർന്നിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, ആ കളറാണ് കേട്ടോ വരുന്നത്. നീല കളറല്ല, ഒരു നീലയല്ല, ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വരും കേട്ടോ. നല്ല ലുക്കുള്ള മെറ്റീരിയലാണ്, അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ഒക്കെ ഇതിന് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൂടിയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേപ്പ് കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് വരുന്നത്. വളരെ ഡാർക്കാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര തന്നെ കളർ ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഗ്രേപ്പ് ഷെയ്ഡിൻ്റെ തന്നെ ഒരു വളരെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ഇത് ഈ മെറ്റീരിയൽ ഒരുപാട് ലെങ്ത് ഇതിന് വരുന്നുണ്ട്. അതായത് വളരെ പൊക്കമുള്ള ആൾക്ക് കൂടി തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്ര ഭാഗം ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് ഒരുപാട് ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് തയ്ക്കാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഇത് 3 മീറ്റർ അല്ല, അതിൽ കൂടുതൽ ലെങ്ത് വരുന്നുണ്ട് ഇതിന്. അപ്പം എങ്ങനെയാണോ കേട്ടോ വരുന്നത്, നമ്മളൊരു നൈറ്റിയൊക്കെ തയ്ക്കുന്ന ചുരിദാർ നൈറ്റിയൊക്കെ തയ്ക്കുന്ന അതേ ലെങ്ത് ഇതിന് വരുന്നുണ്ട്. ഇതുണ്ടോ, ഞാനിവിടെ മുട്ടിച്ചാണ് വെച്ചേക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, എന്നിട്ട് തന്നെ ഞാനിവിടെ മുട്ടിച്ച് വെച്ചിട്ട് തന്നെ ഇതിന് നല്ല ഇറക്കം തോന്നുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അത്രമാത്രം ഇതിന് ലെങ്ത് വരുന്നുണ്ട്. ഇത്ര കേട്ടോ ഇങ്ങനെ വരുന്നത്. ഇനി ഇതിൻ്റെ യോക്ക് പോർഷൻ സെയിം നമ്മൾ ആദ്യമൊക്കെ കണ്ട പോലെ തന്നെ ഒരു യോക്ക് പോർഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് മെറ്റീരിയലിൽ തന്നെ XXL അങ്ങനെ എന്തെങ്കിലും വലിപ്പമുള്ള ആണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഇറക്കത്തിൽ എനിക്ക് ഇതുവരെ കിട്ടാറില്ല. നമ്മൾ കുറച്ചുകൂടി ഇറക്കം കുറഞ്ഞിട്ടാണ് എപ്പോഴും വരാറ്, പക്ഷെ ഇത് നല്ലതായിട്ട് ഇറക്കം വരുന്നുണ്ട്. അപ്പം ഇത് ഈ കളറിന് നമുക്ക് അധികം പീസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് റെയറായിട്ട് വന്നതുകൊണ്ടായിരിക്കും എന്തായാലും ഇത് നമുക്ക് അധികം പീസ് കിട്ടിയിട്ടില്ല. അപ്പം ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾക്ക് ആദ്യം ചാടിയെടുക്കാവുന്നതാണിത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഞാനിവിടെ വെച്ചിട്ട് നോക്കാം, ഇത് നിലത്ത് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയാണ്. മെറ്റീരിയലൊന്നും ഒരിക്കലും നമുക്ക് അത്ര ഇറക്കത്തിൽ വരാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു സർപ്രൈസ് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട കുറച്ചുകൂടി വലിപ്പമുണ്ട്. നമ്മൾ ആദ്യം ഇനി ഇതിൻ്റെ ബോട്ടം ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നമ്മൾ കാണിച്ചു തന്നു. അപ്പം ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുമ്പോഴത്തേക്കും 580 രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും. അതിൻ്റെ നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ പച്ചയുടെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാണ് വരുന്നത്. വരും കേട്ടോ. ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. വിചിത്രയുടെ മെറ്റീരിയൽ എപ്പോഴും നമുക്ക് അത്യാവശ്യം ലെങ്ത്തും വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വിചിത്രയും ജോർജറ്റും ആ രണ്ട് ഫാബ്രിക് എപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയും ഒക്കെ വരുന്നുണ്ട്. നീളം വീതിയിലൊക്കെയാണ് വരാറ്. അപ്പം ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ട വരും. നല്ലൊരു ചെറുപയർ പച്ച കളറിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയുടെയൊക്കെ ലെങ്ത്ത് കണ്ടോ, നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് എപ്പോഴും വിചിത്രയിൽ വരാറുള്ളത്. നെക്ക് യോക്ക് പോർഷനിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. റേറ്റ് വരുമ്പോഴത്തേക്കും 580 രൂപയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്നത്. ഇനി ഇതിനകത്ത് തന്നെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത്. ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് വരും. നമ്മൾ ആദ്യം കാണിച്ച കളറല്ല കേട്ടോ, അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു കളറാണ്. അതൊരു കോഫി ബ്രൗൺ ഷെയ്ഡായിരുന്നല്ലോ, ഇത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത്. രണ്ട് കളറാണ് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം സീക്വൻസ് വേവിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത്. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക്. ഇത്ര മാത്രം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ, വൺ സൈഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പം ഇങ്ങനെ വരും. നല്ലൊരു ദുപ്പട്ടയും നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് വരുന്നത്. നല്ല യോക്ക് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള നെക്കിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത്. 580-ലും 650-ലും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി കോട്ടൺ സിൽക്കിലും അതുപോലെ തന്നെ വിചിത്രയിൽ തന്നെ കുറച്ചുകൂടി നല്ലൊരു മെറ്റീരിയലും ഒക്കെ വന്നിട്ടുള്ള കളക്ഷനാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അവൈലബിൾ ആയിട്ടുള്ള പീസസിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട് കണ്ടുപിടിക്കാനായിട്ട്.
അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ മുന്നേ നമ്മളൊരു വിന്നറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യും, നമ്മൾ അന്നത്തെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് വ്യൂസ് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു വിന്നറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആളുടെ പേര് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുകയാണ്. ആളുടെ വീട്ടിൽ ഗിഫ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടേ നമ്മളത് പറയുന്നുള്ളൂ ആരാണെന്നുള്ളത്. കാരണം എനിക്ക് ആളെ കിട്ടാൻ കാരണം വെച്ചാൽ പുതിയ കസ്റ്റമർ അല്ല, അതൊരു പഴയ കസ്റ്റമർ കൂടി ആയതുകൊണ്ടാണ് എനിക്ക് ആളെ നേരത്തെ പിടികിട്ടിയത്. അപ്പോൾ ആളുടെ വീട്ടിൽ എന്തായാലും ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ആള് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യും. അപ്പം അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ ആൾക്ക് എന്തായാലും. അപ്പം ആള് വന്ന് കമൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടടുത്ത ദിവസം വീഡിയോയിൽ ഞാൻ പറയാം ആരായിരുന്നു വിന്നറെന്ന്. എന്തായാലും ആളുടെ വീട്ടിൽ ഗിഫ്റ്റ് എത്താൻ ഒരല്പം താമസം എടുക്കും. കുറച്ച് അകലെയാണ് ആള് താമസിക്കുന്നത്. അപ്പം ആളുടെ വീട്ടിൽ ഗിഫ്റ്റ് എത്താൻ ഒരല്പം താമസം എടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. എന്തായാലും അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ആ ഗിഫ്റ്റ് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അയക്കുന്നതാണ്. അപ്പോൾ ആൾക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും. കാരണം അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഓഫറൊക്കെ വരുമ്പോഴും നമ്മൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ എന്താ പറയുക, ഗിവ് അവേ ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും പങ്കെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. നമ്മളുടെ ചാനലിൽ എത്രയൊക്കെ ഗിവ് അവേ വെച്ചിട്ടുണ്ടോ ആ ഗിവ് അവേയിലുള്ള എല്ലാവർക്കും പ്രൈസ് അവരവരുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ അവർ കമൻറ്റ് ചെയ്യാറുള്ളതുമാണ്. എത്ര തവണ വെച്ചിട്ടുണ്ടോ അത്രയും തവണയും നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഒരാൾക്ക് പോലും നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാത്തതില്ല, എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും എല്ലാവരും പുതിയ ആളുകളാണ്. പക്ഷേ ഈ ഒരു ആള് മാത്രമാണ്, കാരണം അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമുക്ക് അയച്ചു തന്നോളൂ, സ്റ്റാറ്റസിൻ്റെ ഇത് അയച്ചു തന്നോളൂ. ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും, പക്ഷെ മറന്നുപോയതാവാം അയച്ചു തരാനായിട്ട്. എന്തായാലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ള അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ വന്നത് അതാണ് നമ്മൾ നോക്കിയത്. ആ നമ്പർ വന്ന ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കണം. അപ്പം നമ്മുടെ ചാനലിൽ ഗിവ് അവേ ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. എപ്പോഴും പങ്കെടുക്കാനായിട്ട് നോക്കണം. കാരണം ഗിഫ്റ്റ് എപ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുക്കാറുണ്ട്. അത് നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും പാലിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടിപൊളി മറ്റൊരു കളക്ഷനായിട്ട് വരാം. നമുക്ക് സാരിയൊക്കെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ. നമ്മളുടെ സാരി പ്രേമികളൊക്കെ നമ്മളെ വിട്ടു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് സാരീസിൻ്റെ കളക്ഷൻ കൊണ്ടുവരാം. അങ്ങനെ നല്ല നല്ല സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്. സാരീസിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസും സാരീസും ഒക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.